കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു, വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വചനം എന്ന വിത്ത് വിതയ്ക്കുന്നതിനെ പറ്റി പറയുന്ന ഒരു ഉപമയാണ് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. സ്തോത്രം. അതിൻ്റെ 2-ാമത് വാക്യം മുതൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾക്കുവിൻ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അപ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അങ്ങനെ സ്തോത്രം 4 സ്ഥലങ്ങൾ. 1 വഴിയരികിൽ വീഴുക, 2 പാറസ്ഥലത്ത്, 3 മുള്ളിനിടയിൽ, 4 നല്ല സ്ഥലത്ത്. നല്ല സ്ഥലത്ത് വീണ വിത്ത് 30, 60, 100 മേനി ഫലം കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടും. ഈ 4 കാര്യങ്ങളിൽ ഒരു ഭാഗമാണ് നമ്മളത് വിശദീകരിക്കുകയാണ്. 10-ാമത് വാക്യം മുതൽ ശിഷ്യന്മാരത് വിശദീകരണം യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ വഴിയരികിൽ വീണ വിത്ത്, എന്താണ് മുള്ളിനിടയിൽ വീണത്, എന്താണ് പാറസ്ഥലത്ത് വീണത്, എന്താണ് നല്ല നിലത്ത് വീണത്. സ്തോത്രം. ദൈവം സഹായിച്ചാൽ ഇനിയുള്ള 3-4 ദിവസങ്ങളിൽ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പാറസ്ഥലത്ത് വീണ വിത്തിനെ പറ്റിയാണ്. പാറസ്ഥലത്ത് വീണ വിത്ത് എന്താണ്? ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് അതിൻ്റെ വിശദീകരണം ഇങ്ങനെ പറയുകയാണ്, ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകും. അപ്പോൾ എന്തില്ല? വേരില്ല. സ്തോത്രം. പല വൃക്ഷങ്ങളും ഇല്ലെങ്കിൽ പല ചെടികളും മണ്ണിൻ്റെ പുറത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊക്കെ പെട്ടെന്ന് വീണു പോകുന്നതാണ്, ഉറപ്പില്ലാത്തതാണ്. കാറ്റത്തോ മഴയത്തോ പ്രയാസമോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും? തകർന്നു പോകും. ഇങ്ങനെ തകർന്നു പോകുന്ന അനേക വിശ്വാസികളെ, ദൈവമക്കളെ, അഭിഷിക്തന്മാരൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ പലരെയും ഓർത്ത് നോക്കുന്ന സമയത്ത് പറയാം, അയ്യോ ഇദ്ദേഹം നല്ല പ്രയോജനപ്പെട്ട ആളല്ലേ, ഇദ്ദേഹം ശക്തിയോടെ നിന്നവനല്ലേ, ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നില്ലേ, കൃപാവരമുള്ള ആളായിരുന്നില്ലേ, നല്ല വിശ്വാസത്തിൻ്റെ വീരനായിരുന്നില്ലേ, എന്തു പറ്റി ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ എന്തു പറ്റി ഇവക്ക് എന്ന് ചോദിക്കുന്ന അനേക മേഖലകളെ നമുക്ക് കാണാൻ കഴിയും. ഒറ്റ കാര്യമാണ്, പേരില്ലായിരുന്നു, ക്ഷണികന്മാരാണ്. അല്ല സ്തോത്രം. അത് വന്നപ്പോൾ, പ്രയാസം വന്ന സമയത്ത് അവരത് വിട്ട് മാറിപ്പോകുവാൻ തക്ക നടപടിയായി. ക്ഷണികന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ആഴത്തിൽ പറയുന്ന വാക്കെന്നുവ, വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ അവരെന്ത് ചെയ്യും? ഇടറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പം പാറസ്ഥലത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത 1 വേരില്ലാത്തതാണ്, 2 ക്ഷണികന്മാരാണ്, 3 സ്തോത്രം. അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, വചന നിമിത്തം പീഡയോ ഉപദ്രവമോ ഉണ്ടായ. സ്തോത്രം. അപ്പോൾ കഷ്ടത വരും, പ്രയാസം വരും, പ്രതിസന്ധികൾ വരും. ഇതെല്ലാം വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. സ്തോത്രം. പാറസ്ഥലത്താണോ വീണത്? ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. വീണു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നല്ല നിലത്ത് വീണ വിത്താണെങ്കിൽ ഏത് കഷ്ടതയിലും, ഏത് പ്രയാസത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് വെല്ലുവിളിയുടെ മുമ്പിലും, ഏത് ഒറ്റപ്പെടലിൻ്റെ മുമ്പിലും നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കൃപ നൽകും. അതുകൊണ്ട് പാറസ്ഥലത്ത് വീണ വിത്തായിട്ടല്ല, പകരം നല്ല നിലത്ത് വീണ വിത്തായി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറയ്ക്കണമേ. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.